നമസ്കാരം. ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. യുഎസിൽ സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്ന പ്രൊഫഷണലുകൾക്കും ഗവേഷകർക്കും കലാകാരന്മാർക്കും വേണ്ടിയുള്ള വിസയാണ് EB-1A വിസ. ഈ വിസയ്ക്ക് നിരവധി ആവശ്യക്കാരുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്തായി അർഹതയുള്ള പലർക്കും ഈ വിസ ലഭിക്കാതെ വരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. എന്തുകൊണ്ടാണ് യോഗ്യതയുള്ളവർ പോലും ഈ വിസയിൽ നിന്നും പുറത്താകുന്നത്? എന്തുകൊണ്ടാണ് EB-1A പെറ്റീഷനുകൾ കൂടുതൽ നിരസിക്കുന്നത് എന്നും അപേക്ഷ സമർപ്പിക്കുമ്പോൾ വരുത്തുന്ന വലിയ അബദ്ധങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. ഈ വിസ ലഭിക്കാത്തതിന് പിന്നിലെ പ്രധാന കാരണം നിങ്ങളുടെ യോഗ്യത കുറവല്ല, മറിച്ച് മറ്റൊന്നാണെന്ന് പ്രമുഖ ഇമിഗ്രേഷൻ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. US ഇമിഗ്രേഷൻ അറ്റോർണി കെവിൻ ജെ ആൻഡ്രൂസ് പറയുന്നത് 2026 EB-1A വിസ നിരസിക്കപ്പെടുന്നതിന്റെ പ്രധാന കാരണം എലിജിബിലിറ്റി ഫെയിലിയർ അല്ല, മറിച്ച് പ്രസന്റേഷൻ ഫെയിലിയർ ആണ്. അതായത് നിങ്ങൾക്ക് മികച്ച കരിയർ റെക്കോർഡുകൾ ഉണ്ടായിരിക്കാം, പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ടാകാം, അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിങ്ങളെക്കുറിച്ച് വാർത്തകൾ വന്നിട്ടുണ്ടാകാം. എന്നാൽ ഇവയെല്ലാം എങ്ങനെ ഒരു സ്റ്റോറിയായി USCIS ഓഫീസർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു എന്നതിലാണ് നിങ്ങളുടെ വിജയം. പല അപേക്ഷകരും ചെയ്യുന്നത് വിസയ്ക്ക് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് അവരുടെ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ മുഴുവൻ രേഖകളും വലിയ ഫയലുകളാക്കി വിസ ഓഫീസർക്ക് മുന്നിൽ സമർപ്പിക്കും. എന്നാൽ ഈ രേഖകൾക്കിടയിൽ നിങ്ങളുടെ ശരിക്കുമുള്ള കഴിവ് കൃത്യമായി അവർക്ക് കണ്ടെത്താൻ സാധിക്കാതെ വരും. അങ്ങനെ വന്നാൽ പെറ്റീഷൻ നിരസിക്കപ്പെടാൻ സാധ്യത കൂടുതലാണെന്ന് അദ്ദേഹം പറഞ്ഞു. 2025 പകുതി മുതൽ EB-1A നിരസിക്കുന്ന നിരക്ക് കുത്തനെ കൂടിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. നിയമങ്ങളിൽ മാറ്റം വന്നിട്ടില്ലെങ്കിലും USCIS കേസുകൾ പരിശോധിക്കുന്ന രീതിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇതിനെ കസേറിയൻ ഫ്രെയിംവർക്ക് എന്നാണ് വിളിക്കുന്നത്. ഇവിടെ 2 ഘട്ടങ്ങളാണ് ഉള്ളത് എന്നും അദ്ദേഹം പറഞ്ഞു. ഒന്നാമത്തേത്, നിങ്ങളുടെ കയ്യിലുള്ള തെളിവുകൾ ആവശ്യമായ 10 മാനദണ്ഡങ്ങളിൽ കുറഞ്ഞത് 3 എണ്ണമായിട്ടെങ്കിലും മാച്ച് ആകുന്നുണ്ടോ എന്ന് ഉദ്യോഗസ്ഥർ നോക്കും. രണ്ടാമത്തെ ഘട്ടമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഫൈനൽ മെറിറ്റ് ഡിറ്റർമിനേഷൻ. ഇവിടെയാണ് ഓഫീസർ തീരുമാനിക്കുന്നത് ഈ വ്യക്തി ശരിക്കും തന്റെ മേഖലയിൽ ഏറ്റവും മികച്ച ആളുകളിൽ ഒരാളാണോ എന്ന്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അപേക്ഷകൾ നിരസിക്കുന്നത് എന്നാണ് ആൻഡ്രൂസ് പറഞ്ഞത്. അറ്റോർണി ആൻഡ്രൂസ് ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു പ്രധാന കാര്യം USCIS ഇപ്പോൾ അപേക്ഷകരുടെ തന്നെ തെളിവുകൾ അവർക്കെതിരെ ഉപയോഗിക്കുന്നു എന്നാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രമുഖ സംഘടനയിൽ അംഗത്വം എടുത്തു എന്നത് ആദ്യഘട്ടത്തിൽ യോഗ്യതയായി അവർ അംഗീകരിക്കും. എന്നാൽ രണ്ടാം ഘട്ടത്തിൽ നിങ്ങൾ ഈ അംഗത്വം എടുത്തത് വളരെ അടുത്ത കാലത്താണ്, അതിനാൽ ഇത് നിങ്ങളുടെ നീണ്ടു നിൽക്കുന്ന പ്രശസ്തിയെ സൂചിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവർ അപേക്ഷ തള്ളും. അതുപോലെ നിങ്ങൾ ജഡ്ജിംഗ് പാനലുകളിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതും നിങ്ങളുടെ കരിയറിന്റെ അവസാന ഘട്ടത്തിൽ മാത്രം സംഭവിച്ച ഒന്നാണെങ്കിൽ പോലും അതിന് വലിയ മൂല്യം നൽകാൻ ഓഫീസർ തയ്യാറാകില്ല. കെവിൻ ആൻഡ്രൂസ് ഈ നടപടിയെ ഉപമിക്കുന്നത് ഒരു വീട് പണിയോടാണ്. നിങ്ങളുടെ കൈവശമുള്ള രേഖകൾ വെറും മണലും കല്ലും സിമെന്റും പോലെയാണ്. ഒരു സ്ഥലത്ത് മണലും കല്ലും കൂട്ടിയിട്ടാൽ അതൊരു വീടാകില്ല. കൃത്യമായ പ്ലാൻ ഉണ്ടായാൽ മാത്രമേ അതൊരു വീടായി മാറുകയുള്ളൂ. അതുപോലെ നിങ്ങളുടെ അപേക്ഷയിൽ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഫീൽഡ് ഏതാണ്, ആ ഫീൽഡിൽ മറ്റുള്ളവർ ചെയ്യാത്ത എന്ത് കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്, അതുപോലെ ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടിയും നിങ്ങളുടെ അപേക്ഷയിൽ ഉണ്ടായിരിക്കണം. പലരും വിചാരിക്കുന്നത് കൂടുതൽ ഡോക്യുമെന്റുകൾ സമർപ്പിച്ചാൽ വിസ കിട്ടുമെന്നാണ്. എന്നാൽ അങ്ങനെയൊന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നത് നിങ്ങളുടെ ശരിക്കുമുള്ള കഴിവിനെ മറയ്ക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. നിങ്ങളുടെ അസാധാരണമായ കഴിവിനെ കുറിച്ച് 2 വാചകത്തിൽ ഒരാൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ സാധിക്കുമോ? നിങ്ങളുടെ മേഖലയിൽ ലോകത്തിലെ തന്നെ മികച്ച ആളുകൾ ഒത്തുകൂടുന്ന ഒരിടത്ത് നിങ്ങളും അവിടുത്തെ ടോപ്പ് ആണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഈ ഉറപ്പ് നിങ്ങളുടെ അപേക്ഷ വായിക്കുന്ന ഓഫീസർക്കും ലഭിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. EB-1A വിസ എന്നത് കേവലം അപേക്ഷകൾ പൂരിപ്പിച്ചു നൽകുന്ന ഒരു പ്രക്രിയയല്ല, അത് നിങ്ങളുടെ കരിയറിനെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നാണ്. USCIS ഇപ്പോൾ നിയമത്തെക്കാൾ കൂടുതൽ ആളുകളുടെ മെറിറ്റിനും ആ നേട്ടങ്ങൾ എത്രത്തോളം പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നുമാണ് നോക്കുന്നത്. നിങ്ങൾ EB-1A അപേക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ അംഗീകാരങ്ങൾ മുഴുവനും രേഖകളാക്കുകയല്ല വേണ്ടത്. നിങ്ങളുടെ മികച്ച അച്ചീവ്മെന്റുകൾ മാത്രം ഉൾപ്പെടുത്തി വിസ ഓഫീസർമാരെ ഇംപ്രസ് ചെയ്യുകയാണ് വേണ്ടത്. ഒപ്പം ഇന്റർവ്യൂ സമയത്ത് അതിനെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുകയും വേണം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒരു വിദഗ്ധ ഇമിഗ്രേഷൻ അറ്റോർണിയുടെ സഹായം തേടുന്നത് നല്ലതായിരിക്കും.